തൃശൂർ ആലത്തൂർ മണ്ഡലങ്ങളിലെ വിശദാംശങ്ങളും വിലയിരുത്തലുകളുമായി ഭദ്ര ചേരുന്നുണ്ട്. ഭദ്ര, കേരളമെന്നല്ല രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലമായി തൃശൂർ മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീടും നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തി. താമര വിരിയുമെന്ന് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം. ആലത്തൂരിൽ കഴിഞ്ഞ തവണ പാട്ടുംപാടി ലോക്സഭയിലേക്ക് പോയ രമ്യ ഹരിദാസിന് ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ്, ആ മണ്ഡലത്തിന്റെ സ്വഭാവം പരിഗണിച്ചു തന്നെയാണ് മുതിർന്ന നേതാവ് കൂടിയായ മന്ത്രി K. രാധാകൃഷ്ണൻ രംഗത്തിറക്കി CPM അവിടെ കളം നിറഞ്ഞത്. എന്തൊക്കെയാണ് ഈ മണ്ഡലങ്ങളിലെ ഏറ്റവും ഒടുവിൽ മുന്നണികളുടെ വിലയിരുത്തൽ? തീർച്ചയായും എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂര്. മാത്രമല്ല ഏറ്റവും ശക്തരായിട്ടുള്ള 3 പേര് തന്നെയാണ് ഇത്തവണ തൃശ്ശൂരിൽ മത്സരാർത്ഥികളായിട്ട് ഉണ്ടായിരുന്നത്. BJPക്ക് വേണ്ടി സുരേഷ് ഗോപി, അതുപോലെ LDFന് വേണ്ടി സുനിൽ കുമാർ, അതുപോലെ തന്നെ കോൺഗ്രസ് UDFന് വേണ്ടി K. മുരളീധരൻ. ഇങ്ങനെ ശക്തരായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് ഇത്തവണ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ദേശീയ തലത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ വന്ന് പ്രചാരണത്തിന് വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള CPMന്റെ നേതാക്കൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി വരുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെ കളത്തിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമയം കൂടിയായിരുന്നു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത്, അതായത് ഇപ്പോൾ നമുക്കറിയാം ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തൃശ്ശൂരിൻ്റെ ജനവിധി എന്താണ് എന്നറിയാനുള്ളത്. ഇത്തവണത്തെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം തന്നെയായിരുന്നു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്നുള്ളൊരു സംഭവം തന്നെയായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അത് തൃശ്ശൂരായിരിക്കുമോ എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ രീതിയിൽ ഇളക്കി മറിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഇത്തവണയും ഉണ്ടാകുമോ എന്നുള്ളതാണ്. നമുക്കറിയാം പല ഭാഗങ്ങളിലും നമുക്ക് തൃശ്ശൂരിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. കാരണം അദ്ദേഹം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ സജീവമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP വലിയ രീതിയിലൊരു പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. ഒപ്പം തന്നെ കരുണാകരൻ്റെ തട്ടകം കൂടിയാണ് ഈ തൃശ്ശൂർ എന്നുള്ളത്. അതുകൊണ്ട് മുരളീധരൻ എത്രത്തോളം പിന്തുണ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ജനമുഖമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ടുള്ള സുനിൽ കുമാറും ഇത്തവണ മത്സരമുഖത്തുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മന്ത്രി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നൊരു നിലയിലേക്കും തൃശ്ശൂർ മണ്ഡലം മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃശ്ശൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഗുരുവായൂർ, മണലൂർ, തൃശ്ശൂർ നാട്ടിക, പുതുക്കാട് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഇവിടെയൊക്കെ തന്നെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് LDFൻ്റേതാണ്. നമുക്കറിയാം അവിടെ 3 മന്ത്രിമാർ കൂടി ഉള്ളൊരു മണ്ഡലം കൂടിയാണ്, അല്ലെങ്കിൽ ജില്ല കൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഭാവം ഉണ്ടാകുമോ LDFന് എന്നുള്ളതും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ പോളിംഗ് ശതമാനം ഇത്തവണ തൃശ്ശൂരിൽ വളരെ കുറവായിരുന്നു. 4.96% മാത്രമായിരുന്നു. വോട്ടർമാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട് എങ്കിൽ പോലും പോളിംഗ് ശതമാനം കുറവായിരുന്നു. എങ്കിൽ പോലും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഈ എന്താ പറയണ്ടേ, കഴിഞ്ഞ പ്രാവശ്യം 10,80,000 വോട്ടർമാരാണ് ഇത്തവണ ജനവിധി തേടുന്നൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് നാളത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് ഏകദേശം 12,000-ഓളം പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിലെ വോട്ടുകളും എണ്ണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ആദ്യത്തെ ഒരു ട്രെൻഡ് അത് നമുക്ക് LDFൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും VS സുനിൽകുമാറിൻ്റെ ഭാഗത്തേക്കാണ് ഇത്തവണത്തെ കാറ്റ് വീശുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു 3 മുന്നണികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആദ്യ ട്രെൻഡുകൾ എന്നുണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ K. മുരളീധരനോ ആയിരിക്കാം എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ ഏത് തരത്തിലേക്കായിരിക്കും? ഈ BJP സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ വോട്ടുകൾ കുറെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവർ അവകാശപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ലിബിഷ ഈ തൃശ്ശൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ആലത്തൂർക്ക് പോവുകയാണെങ്കിൽ ആലത്തൂര്, ചിറ്റൂര്, നെന്മാര, അതുപോലെ
തരൂര്, ആലത്തൂര്, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി ഈ 3 മണ്ഡലങ്ങളും തൃശ്ശൂരിൻ്റെ ഭാഗമാണ്, മറ്റത് പാലക്കാടുമാണ്. ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളൊക്കെയാണ് ആലത്തൂര് വിധി എഴുതിയിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ 2 സംവരണ മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആലത്തൂര് എന്നുള്ളതും ശ്രദ്ധേയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ശരി, ഞാൻ എന്തായാലും റിയാസ് KM ലേക്ക് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് വളരെ ശ്രദ്ധേയമായ മത്സരം. വടകരയിൽ